ഹായ് ഡിയേഴ്സ്, 2020 MBBS BDS അഗ്രികൾച്ചർ വെറ്റിനറി ഫോറസ്ട്രി ഫിഷറീസ് കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെന്റിലേക്കും ആയുർവേദ ഹോമിയോ കോഴ്സുകളിലേക്കുള്ള ഒന്നാം ഘട്ട അലോട്ട്മെന്റിലേക്കുള്ള നടപടിക്രമങ്ങൾ ആണ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് 5-ാം തീയതി ഇന്നത്തോടുകൂടി വൈകുന്നേരം മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ ആണ്. വിദ്യാർത്ഥികളെ പലർക്കുമുള്ള സംശയമാണ് എന്താണ് ഓപ്ഷൻ കൺഫർമേഷൻ എന്ന് പറഞ്ഞ്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസുകൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു 20 ഓപ്ഷൻസ് ആണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ അതിൽ നിങ്ങൾക്ക് 10ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതൊരു BDS കോളേജ് ആണെങ്കിൽ ഒരു BDSലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അതിന്റെ മുകളിലേക്കുള്ള ഹയർ ഓപ്ഷനുകൾ വേണം. അത് നമ്മൾ അറിയിക്കുന്നതാണ് ഓപ്ഷൻ കൺഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാകും നമ്മുടെ ഹയർ ഓപ്ഷനുകൾ എല്ലാം പരിഗണിക്കണമെന്ന്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻ കൺഫർമേഷൻ നൽകിയിട്ടില്ലെങ്കിൽ നമുക്ക് BDS തന്നെയായിരിക്കും രണ്ടാം ഘട്ടത്തിൽ. നമുക്ക് ഏത് കോളേജാണോ കിട്ടിയിരിക്കുന്നത് അതൊരിക്കലും നഷ്ടപ്പെടില്ല. നമ്മൾ ഓപ്ഷൻ കൺഫർമേഷൻ നൽകിയിട്ടില്ലെങ്കിൽ അത് നഷ്ടപ്പെടില്ല. ഇപ്പോൾ ഓൾറെഡി കിട്ടിയ കുട്ടിക്ക് ആ ഒരു കോളേജ് തന്നെ ഓപ്ഷനുകൾ മതിയെങ്കിൽ, ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ ഒരു കുട്ടിക്ക് ഇനി മുകളിലേക്ക് ഓപ്ഷനുകൾ ഒന്നും വേണ്ടാമെങ്കിൽ അവിടെ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തേണ്ട കാര്യമില്ല. ആ കുട്ടിക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആ കുട്ടി ചേരുന്ന കോളേജിൽ തന്നെ ആ കുട്ടി ഓക്കെ ആണെങ്കിൽ, ഇപ്പം തിരുവനന്തപുരം കിട്ടിയ കുട്ടി ഉണ്ടാകും, MBBSന് കിട്ടിയ കുട്ടി ഉണ്ടാകും, അവരുടെ മുകളിലുള്ള ഏതെങ്കിലും ഓപ്ഷൻ അവർക്ക് കോഴിക്കോടാണ് വേണ്ടതെങ്കിൽ അവർ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം. അല്ലെങ്കിൽ തിരുവനന്തപുരം തന്നെ മതിയെങ്കിൽ അതിൻ്റെ അകത്ത് ഓപ്ഷൻ കൺഫർമേഷൻ നടത്തേണ്ട ആവശ്യമില്ല. ഓൾറെഡി ആ കോളേജ് ഹയർ ഓപ്ഷൻസ് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി ഓപ്ഷൻ കൺഫർമേഷൻ എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നവർ ക്ഷമിക്കണം. അപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ കൊടുക്കുക, പാസ്വേഡ് ഇവിടെ കൊടുക്കുക, ഇവിടെ ഒരു ആക്സസ് കോഡ് ഉണ്ടാവും, ഇതാണ് അതിന്റെ ആക്സസ് കോഡ്. ഇതും കൂടി കടുത്ത് കഴിഞ്ഞ് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിലായിരിക്കും കയറുന്നുണ്ടാവുക. പ്രൊഫൈലിൽ അവിടെ ലെഫ്റ്റ് സൈഡിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ന്യൂ എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. ഓപ്ഷൻ രജിസ്ട്രേഷൻ ന്യൂ എന്നുണ്ടാവും. അതിൻ്റെ അടുത്ത് തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ വലിയ ഇതിൽ കൺഫർമേഷൻ എന്നിട്ടുള്ള താഴെ ഒരു ബട്ടൺ ഉണ്ടാവും. ആ കൺഫർമേഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഒരു പേജിലേക്ക് കടക്കും. നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉള്ള ഒരു വിൻഡോയിലേക്കായിരിക്കും കടക്കുക. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ, പ്രൊഫൈൽ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ബട്ടൺ അവിടെ കാണാൻ പറ്റും. ഓപ്ഷൻ കൺഫർമേഷൻ എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും. പല വിദ്യാർത്ഥികൾക്കും സംശയം ഉള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർ അറിയുന്നവർ ക്ഷമിക്കണം. അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും സംശയം ഉണ്ടാവും, നമ്മൾ ഓൾറെഡി ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തിയതാണെന്ന്. ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഗവൺമെന്റ് MBBS ആണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. MBBSൽ ഏതെങ്കിലും ഗവൺമെന്റ് കോളേജുകൾ അങ്ങനെ നിങ്ങൾ 10 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീണ്ടും പറയുന്നുണ്ട്, 10 MBBS ഗവൺമെന്റ് കോളേജുകൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. 11ാമത്തത് നിങ്ങൾ BDS ഗവൺമെന്റ് BDS ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ താഴേക്കാണ് നിങ്ങൾ ബാക്കിയുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ബാക്കി സെൽഫ് ഫിനാൻസിങ് കോളേജുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ BDSനാണെങ്കിൽ, ഇപ്പോൾ 11ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള എല്ലാ ഓപ്ഷൻസുകളും നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ഓപ്ഷൻ രജിസ്ട്രേഷനിൽ നിങ്ങൾ കാണാൻ സാധിക്കില്ല. അതെല്ലാം ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. നിങ്ങളുടെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ബാക്കി എല്ലാ കോളേജുകളും ഡിലീറ്റ് ചെയ്തുകൊണ്ടും. അപ്പം നിങ്ങൾക്ക് മുകളിലുള്ള ഈ ഓപ്ഷൻസുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഇതിപ്പോൾ ഈ BDS MBBSന്റെ കേസാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി താഴെ ഏതെങ്കിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ കിട്ടിയ കുട്ടികളുണ്ടാകും. അവർക്കിപ്പം അവരുടെ 25ാമത്തെ ഓപ്ഷന് MBBSന് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലായിരിക്കും അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിലുള്ള ഓപ്ഷൻസുകളൊക്കെ തന്നെ നിലനിൽക്കുന്നതായിരിക്കും. താഴെയുള്ള ഓപ്ഷൻസ് മാത്രം ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാകും. അപ്പോൾ മുകളിലുള്ള ഹയർ ഓപ്ഷൻസുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അഗ്രികൾച്ചർ ഒക്കെ താഴത്താണ് അവർ കൊടുത്തിരുന്നതെങ്കിൽ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ മുകളിലെ ഓപ്ഷൻസുകളാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടാവുക. അത് നിങ്ങൾക്ക് റീഅറേഞ്ച്മെന്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് 5ാമത്തത് വേണമെങ്കിൽ നിങ്ങൾക്ക് 1ാമത്തതായിട്ട് കൊടുക്കാം. ഇങ്ങനെയുള്ള റീഅറേഞ്ച്മെന്റ്സുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ,
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വേണ്ടാത്തതുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻസുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് പുതുതായിട്ടുള്ള ആയുർവേദമോ ഹോമിയോ കോഴ്സുകൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങളുടെ ഈ ഓപ്ഷനിലേക്ക് തന്നെ ആയുർവേദം നിങ്ങൾക്ക് ഇനി 10 ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വെച്ചു, അത് കഴിഞ്ഞിട്ട് ആയുർവേദം 11ാമത്തത് നിങ്ങൾക്ക് ആയുർവേദം വെക്കാവുന്നതാണ്. താഴെയുള്ള ഡിലീറ്റ് ചെയ്ത് പോയത് നിങ്ങൾക്ക് പിന്നീട് കിട്ടില്ല. ഇനി അഗ്രികൾച്ചർ വേണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല, അത് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഞാൻ എക്സാമ്പിൾ ആണേ പറയുന്നത്. അപ്പം മുകളിലുള്ള എല്ലാ ഓപ്ഷൻസുകളും നിങ്ങൾക്ക് റീഅറേഞ്ച്മെന്റ് ചെയ്യാം. അതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓപ്ഷനുകൾ ആയുർവേദത്തിൻ്റെ ആയാലും ഹോമിയോയുടെ ആയാലും എല്ലാം ആഡ് ചെയ്യാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടത്. എനിക്ക് ഏതാണോ കിട്ടുക എന്ന് നോക്കണ്ട, നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന ഓപ്ഷനുകൾ രജിസ്ട്രേഷനിൽ ഉൾപ്പെടുത്തണം. അപ്പം നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ നൽകി കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പല വിദ്യാർത്ഥികൾക്കും സംശയം ഉണ്ടായിരിക്കും. അതായത് ഇവിടെ കോഴ്സ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ഉണ്ട്, കോട്ടയുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് തന്നെ ഇവിടെ നിങ്ങൾ കറന്റ്ലി സെലക്ടഡ്, നിങ്ങൾ എത്ര ഓപ്ഷൻസ് ആണോ കഴിഞ്ഞ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ഈ ഒരു പ്രൊഫൈലുള്ള ആള് ഫസ്റ്റ് ഓപ്ഷനിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിലാണ് കിട്ടിയിരിക്കുന്നത്, ജോയിൻ ചെയ്തില്ല. അതുകൊണ്ട് ആ ഓപ്ഷനുകളൊക്കെ തന്നെ ജോയിൻ ചെയ്യാത്തതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്ത് പോയതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ എല്ലാ ഓപ്ഷനുകളും ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് ഈ ഒരു 2ാം ഘട്ട അലോട്ട്മെന്റിൽ പങ്കെടുക്കാം. ഇത്രയും ഓപ്ഷനുകൾ നമുക്ക് വീണ്ടും കൊടുത്ത് അലോട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതാണ്. അതും പ്രത്യേകം നോട്ട് ചെയ്യാം. ഇങ്ങനത്തെ കേസ് വളരെ കുറവേ ഉള്ള കുട്ടികളായിരിക്കും ഉണ്ടാവുക. മെജോറിറ്റി കുട്ടികളുടെ കയ്യിൽ ഇവിടെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഇവിടെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഓപ്ഷനുകൾ ഏതൊക്കെയാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ കയ്യിൽ അവിടെ ഉണ്ടാകും. അത് ഓരോ കുട്ടിക്കും അനുസരിച്ചിട്ടുണ്ടാകും. ഓക്കെ, ഇവിടെ നോക്കുക. ഇനി ഇവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റും കോഴ്സ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ്, അതായത് ഗവൺമെന്റ് ആണോ ഗവൺമെന്റ് കൺട്രോൾഡ് ആണോ സെൽഫ് ഫിനാൻസിങ് ആണോ എന്നാണ്. കോട്ടയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കാറ്റഗറി ഉള്ളവരൊക്കെ തന്നെ ഓൾ തന്നെയാണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ കോട്ടയിൽ നിങ്ങൾക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കമ്മ്യൂണിറ്റി റിസർവേഷൻ മൈനോറിറ്റി ഉള്ളവരും NRI കോട്ടയുള്ളവരും സെപ്പറേറ്റ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കണം. ഇവിടെ കോട്ടയിൽ ആ കുട്ടികളാണ് സെപ്പറേറ്റ് ആയിട്ട് NRI കോട്ടയിലേക്കും അതുപോലെ തന്നെ മുസ്ലിം മൈനോറിറ്റി ആൻഡ് ക്രിസ്ത്യൻ മൈനോറിറ്റിക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ കരുണ മെഡിക്കൽ കോളേജിൽ മുസ്ലിം മൈനോറിറ്റിക്ക് 35% സീറ്റുണ്ട്. അവരതിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് കോഴ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് BAMS, BHMS, MBBSന്റെ 2 കോളേജുകൾ, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ കാണാൻ പറ്റും. ഇനി BAMS തന്നെ നമുക്ക് BAMS നമ്മൾ ക്ലിക്ക് ചെയ്താൽ അത് ഏത് ഗവൺമെന്റിലാണോ വേണ്ടത് എന്നുള്ളതെങ്കിൽ ഗവൺമെന്റ് നമുക്ക് ആദ്യം കൊടുക്കാം. അപ്പം നമുക്ക് ഗവൺമെന്റ് 5 ഗവൺമെന്റ് കോളേജുകളായിരിക്കും വരുന്നുണ്ടാവുക. അപ്പം ഇതിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻസുകൾ ആയുർവേദത്തിന്റെ 5 ഗവൺമെന്റ് കോളേജുകളിലേക്ക് നിങ്ങൾക്ക് സെലക്ഷൻ ആദ്യം നടത്താം. അതായത് 12,000 ആണ് ഫീസ് വരുന്നത്. 5 ഗവൺമെന്റ് കോളേജുകളുണ്ട്. ഓക്കെ, അപ്പോൾ അത് വിശദമായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇവിടെ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ഇതിനനുസരിച്ച് ഇവിടെ നിങ്ങളുടെ കറന്റ്ലി സെലക്റ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസുകൾ വരുന്നതാണ്. നിങ്ങൾക്ക് എല്ലാം ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, വീണ്ടും ഓപ്ഷനുകളൊക്കെ കൊടുക്കാവുന്നതാണ്. അവസാനം നിങ്ങൾ അത് കൺഫർമേഷൻ ഓരോ ഓപ്ഷൻ കൊടുക്കുമ്പോൾ അത് കൺഫേം ആവും. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് പുതിയ ഓപ്ഷൻസുകൾ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വലിയ പ്രശ്നമൊന്നുമില്ല, വളരെ സിമ്പിളാണ് ഈ പ്രോസസ്സ്. ഇനി നിങ്ങൾക്ക് BAMSൽ തന്നെ ഗവൺമെന്റ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് കോളേജ് ഇല്ല BAMSൽ. അപ്പോൾ എന്താ ഉള്ളത്, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്. അപ്പോൾ 9 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഇവിടെ ഇങ്ങനെ താഴോട്ടേക്ക് നമുക്ക് സ്ക്രോൾ ചെയ്താൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. 9 എണ്ണം ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അത് നോക്കി ഏതൊക്കെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താം. പ്രത്യേകം നോക്കുക, ഫീസും കൂടി ഇതിന്റെ നേരെ ഓരോ കോളേജിന്റെയും ഫീസുകൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. BHMS ആണ് ഉണ്ടായിരിക്കുന്നത്. BHMSൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക്
5 കോളേജുകളാണ് BHMSൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 5 ഗവൺമെന്റ് കോളേജുകളിലേക്കും, അതായത് 3 ഗവൺമെന്റും മറ്റത് എയ്ഡഡ് ആണ്. ഗവൺമെന്റ് കൺട്രോൾഡുള്ള എയ്ഡഡ് കോളേജുകൾ തന്നെയാണ്. ഒരേ ഫീസ് നിരക്ക് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2087 ഫീസ് നിരക്കുള്ളത്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ഇനി പലർക്കും പ്രശ്നം കോട്ടയിലാണ്. ഇപ്പൊ ഗവൺമെന്റിലാണോ മാനേജ്മെന്റ് ആണോ മൈനോറിറ്റി? ഇവിടെ എനിക്ക് മൈനോറിറ്റിക്കാർക്ക് മാത്രം ഇത് ക്ലിക്ക് ചെയ്താൽ അവരുടെ കോളേജ് വരും. ഇപ്പൊ നിങ്ങൾക്ക് കോട്ടയുള്ള കുട്ടികൾക്ക് തന്നെ അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഏത് കോളേജസ് ആണോ വരുന്നതെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ചിലപ്പോൾ ഗവൺമെന്റ് വേറെ ഏതെങ്കിലും കോട്ടയിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കിട്ടില്ല. അപ്പോൾ മൈനോറിറ്റി ഉള്ളത്, കമ്മ്യൂണിറ്റി സ്റ്റാറ്റസ് ഉള്ളവർ ഇവിടെ ആ കുട്ടിക്ക് അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ കാണിക്കും. ഇല്ല എന്നുള്ളത് ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഇല്ല, നോ മോർ ഓപ്ഷൻസ് എന്നുള്ളത് കാണിക്കും. അപ്പോൾ ഇതുപോലെ നമുക്കത് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് ഓരോ കുട്ടിയുടെയും അവിടെ കൊടുത്ത സിയിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടാണ് ഇവിടെ ഓപ്ഷൻസുകൾ വരുന്നത്. അപ്പോൾ NRI കോട്ടയിലുള്ളവർക്കാണെങ്കിൽ അവിടെ കോളേജുകൾ കാണിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആ രീതിയിൽ ഓപ്ഷൻ കൊടുക്കാം. അതുപോലെ തന്നെ മൈനോറിറ്റി റിസർവേഷൻസ് ഉള്ളവർക്കും ആ രീതിയിൽ ഓപ്ഷൻസുകൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ MBBS 2 കോളേജുകളിലേക്കാണ് ഇപ്പോൾ ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കുള്ളൂ. കരുണ മെഡിക്കൽ കോളേജും SUT മെഡിക്കൽ കോളേജുമാണ്. അതിന്റെ ഫീസ് നിരക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വിദ്യാർത്ഥികൾക്ക് അത് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയുമാണ് നമുക്ക് ഇനി. അതുപോലെ തന്നെ ഓപ്ഷൻസുകൾ ഉള്ളത് ആയുർവേദത്തിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ഉണ്ട്. അപ്പൊ വിദ്യാർത്ഥികൾക്ക് അതിനനുസരിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ കോഴ്സുകൾക്കും വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ എല്ലാ ഓപ്ഷൻസുകളും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നിങ്ങൾ സെലക്ട് ചെയ്ത ഓപ്ഷൻസുകൾ വരും. അപ്പോൾ നിങ്ങൾ ആദ്യം കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകൾ അതനുസരിച്ച് നിങ്ങൾക്ക് അതിലുള്ള റീഅറേഞ്ച്മെന്റ്സും നടത്താം. ആദ്യം നിങ്ങൾ MBBS കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് BDS, പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചോയ്സ് അനുസരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷെ പുതിയതായിട്ട് നിങ്ങൾക്കൊന്നും ഇതിലേക്ക് ഉൾപ്പെടുത്താൻ, ഇത് മാത്രമേ പുതിയതായിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസുകൾ, ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസുകൾ പുതുതായിട്ട് നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ആദ്യം കിട്ടിയതിന്റെ ശേഷം താഴേക്കുള്ള കോഴ്സുകളുടെ ഓപ്ഷൻസുകളൊക്കെ തന്നെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ പലർക്കും അവസാനത്തത് പിന്നീട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ കൊടുക്കാൻ ഇതിൽ വരില്ല. നിങ്ങൾ കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ഈ സിസ്റ്റത്തിന്റെ അകത്ത് അത് വരില്ല. അപ്പോൾ ഓരോരുത്തർക്ക് അത് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റം ആ രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച കോളേജ് നമുക്ക് കൊടുക്കാൻ ഇനി സാധിക്കില്ല. അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ താഴെയുള്ള ഓപ്ഷൻസുകളൊക്കെ പോയിട്ടുണ്ടാവും. ഹയർ ഓപ്ഷൻസ് അവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ നമുക്കത് മതിയല്ലോ. ഹയർ ഓപ്ഷൻസിൽ എന്തെങ്കിലും ഓർഡറിൽ മാറ്റം വരുത്താം, ഡിലീറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം. ആദ്യം നമ്മൾ ഓപ്ഷൻ കൺഫർമേഷൻ നൽകിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്ക് വരുന്നത്. വളരെ സിമ്പിളാണ് എല്ലാ പ്രോസസ്സും, നോ കോംപ്ലിക്കേഷൻസ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അത് വളരെ വെരി ഗുഡായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്, ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല. നമുക്ക് കൊടുക്കാം, എല്ലാ ഓപ്ഷൻസുകളും കൊടുക്കാം. പക്ഷെ കൊടുക്കുമ്പോൾ നമ്മൾ പോകുമെന്നുള്ള കോളേജ്, ഉറപ്പുള്ള കോളേജുകൾ മാത്രം കൊടുക്കുക. ഫീസ് നമ്മൾ നോക്കേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, പ്രിന്റ് ഓപ്ഷൻ ലിസ്റ്റ് കൊണ്ട് ലോഗ് ഔട്ടും നടത്തേണ്ടതാണ്. നിങ്ങൾ ഏതൊക്കെയാണോ ഓപ്ഷൻസ് കൊടുത്ത് നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതാണ്. അതുപോലെ ലോഗ് ഔട്ടും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് അലോട്ട്മെന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷെഡ്യൂളുകൾ. ഇതാണ് വിദ്യാർത്ഥികളെ. അപ്പൊ 5-ാം തീയതിയാണ് നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷനും ഓപ്ഷൻ രജിസ്ട്രേഷനും ഡിലീഷനും എല്ലാം നടത്തേണ്ടത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് 9-ാം തീയതിയാണ് രാവിലെ 11 മണി വരെയാണ് ഈ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ നടത്താനും ക്രമീകരിക്കാനും രജിസ്റ്റർ ചെയ്യാനുമുള്ള സൗകര്യം അവസാനിക്കുന്നു. 10-ാം തീയതിയാണ് നമ്മുടെ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് വന്നിരിക്കുന്നത്. ഏകദേശം വൈകുന്നേരങ്ങളിലൊക്കെ ആയിരിക്കും, ചിലപ്പോൾ രാത്രിയോ ആവാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരണം ഉണ്ടാവുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 11 മുതൽ 15-ാം തീയതി വരെയാണ് നമുക്ക് കിട്ടിയ കോളേജ് എവിടെയാണോ അവിടെ നമ്മൾ പോയി ജോയിൻ ചെയ്യണം. നമ്മൾ ആ സമയത്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും, ഫീസ്, ബാക്കി തുക എല്ലാം നമ്മൾ അടയ്ക്കേണ്ടതാണ്. ഒപ്പം എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളുമായിട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പം നമ്മൾ നിങ്ങളോടൊപ്പം തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൈക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊരു മോട്ടിവേഷനാണ്. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.